നമസ്കാരം. കുംഭമേള തുടങ്ങി ദിവസങ്ങൾക്കകമാണ് ചാരക്കണ്ണുള്ള ഒരു കൊച്ചു സുന്ദരി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത്. കുംഭമേളയിൽ രുദ്രാക്ഷമാല വിൽക്കാനെത്തിയ സുന്ദരിയായ പെൺകുട്ടിയുടെ വീഡിയോ ആരോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കിടുകയായിരുന്നു. നിമിഷങ്ങൾക്കകം മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയായ മൊണാലിസ ഇന്റർനെറ്റ് കീഴടക്കി. ഇപ്പോഴിതാ അങ്ങനെ കുംഭമേളയിലെ സുന്ദരി നമ്മുടെ കോഴിക്കോടേക്കും എത്തുകയാണ്. ബോബി ചെമ്മണ്ണൂരിനൊപ്പമാണ് മൊണാലിസ കേരളത്തിലേക്ക് എത്തുന്നത്. കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസ ഫെബ്രുവരി 14 കോഴിക്കോട് ചെമ്മണ്ണൂരിൽ എത്തുമെന്നാണ് ബോബി ചെമ്മണ്ണൂർ തന്നെ അറിയിച്ചിരിക്കുന്നത്. അന്ന് രാവിലെ 10:30 പരിപാടി. താൻ ബോബി ചെമ്മണ്ണൂരിനൊപ്പം കേരളത്തിലേക്ക് എത്തുമെന്ന മൊണാലിസ പറയുന്ന വീഡിയോയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. नमस्कार, मैं आपकी प्यारी मोनालिसा। मैं अभी आ रही हूँ 14 फरवरी को केरला कालीकट बॉबी चेम्मन्नूर। आप मुझसे मिलने के लिए आओगे ना? बाय बाय। അതേസമയം കുംഭമേളയിൽ എത്തിയവരെയെല്ലാം മൊണാലിസയെ കാണാനും ഫോട്ടോ പകർത്താനും മത്സരമായിരുന്നു. എന്നാൽ ഈ വീഡിയോകളും ചിത്രങ്ങളും അക്ഷരാർത്ഥത്തിൽ മൊണാലിസയുടെ ജീവിതം മാറ്റിമറിച്ചുവെന്ന് തന്നെ പറയാം. ചിത്രങ്ങൾ വൈറലായതോടെ മൊണാലിസയ്ക്ക് ബോളിവുഡിലേക്ക് അവസരം ലഭിക്കുകയും ചെയ്തിരുന്നു. സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലൂടെയാണ് മൊണാലിസ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്നത്. അതേസമയം ബോബി ചെമ്മണ്ണൂരിന്റെ വീഡിയോ വൈറലായതോടെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത്. ഹണി റോസ് നൽകിയ പരാതിയിൽ അറസ്റ്റിലായി ജാമ്യം ലഭിച്ചെങ്കിലും ബോബി ചെമ്മണ്ണൂർ പൊതുവേദികളിൽ അതിനുശേഷം എത്തിയിരുന്നില്ല. സംഭവത്തിൽ വലിയ ക്ഷീണം തന്നെയാണ് ബോബിക്കുണ്ടായതെന്ന് പറയാം. കൂടാതെ ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ തയ്യാറാകാതെ നാടകം കളിച്ചത് ബോബിയെ പിന്തുണച്ചവരിലും അനിഷ്ടത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചുപിടിക്കാൻ ബോബി ചെമ്മണ്ണൂർ ഇറക്കിയ പുതിയ ഐഡിയ കൊള്ളാമെന്നാണ് പലരുടെയും കമന്റ്. ബോച്ചയ്ക്ക് അടുത്ത ഇരയെ കിട്ടി, ഇതാകുമ്പോൾ കുന്തി ദേവി എന്നൊക്കെ പറഞ്ഞാലും കേസാവില്ല, അതിന് ഭാഷയും അറിയില്ലല്ലോ എന്നാണ് ഒരാളുടെ കമന്റ്. ഇത് അദ്ദേഹം ഒന്ന് വീണപ്പോൾ സന്തോഷിച്ചവർക്കുള്ള ചെറിയ സമ്മാനമാണ്. ബോച്ചയെ പറ്റുമെങ്കിൽ ഈ കുട്ടിക്ക് നമ്മുടെ കേരളത്തിൽ നല്ലൊരു വിദ്യാഭ്യാസവും കൂടി കൊടുക്കണമെന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നിങ്ങൾ ബോച്ചയല്ല പൂച്ചയാണ്, എവിടെ അടിക്കണം എങ്ങനെ അടിക്കണം എന്നറിയാവുന്ന നല്ല ഒന്നാം തരം കണ്ടൻ പൂച്ചയാണ്. ഇത് ഹണി റോസിനുള്ള അടിയാണെന്നും ഈ കുട്ടിക്ക് എന്തായാലും ഒരു 2 പവൻ ഉറപ്പാണെന്നും ബോച്ച ഒരു അവതാരം തന്നെയെന്നും കമന്റുകൾ നീളുന്നു.